രാജ്യത്തെ ദ്രോഹിച്ച എനിക്ക് മതിയായി, പടിയിറങ്ങുന്നു. BJP കുപ്പായം അഴിച്ചുവെക്കുന്ന നിമിഷങ്ങൾക്ക് മുൻപ് തന്റെ ഫേസ്ബുക്കിൽ നേതാവ് കുറിച്ച വാക്കുകളാണിത്. BJPയുടെ ഭാഗമായി നിന്നാൽ ജനങ്ങളെ സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നേതാവിന്റെ പടിയിറക്കം. ബീഹാറിലെ BJP നേതാവായിരുന്ന മനീഷ് കശ്യപാണ് BJP വിട്ട ജനങ്ങളെ സേവിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അയാൾ പറഞ്ഞവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്: ഈ പാർട്ടിയിൽ നിന്നാൽ ജനങ്ങളെ സേവിക്കാൻ കഴിയില്ല എന്ന്. അതായത് ഈ പാർട്ടി ജനസേവനത്തിനായുള്ളതല്ല എന്ന് ഒരു പാർട്ടിക്കാരൻ തന്നെ തുറന്നടിക്കുകയാണ് അയാളുടെ അനുഭവത്തിലൂടെ. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തി ഒരു നേതാവ് BJP വിടുന്നുണ്ടെങ്കിൽ ഈ അവസരം നന്നായി മുതലെടുത്താൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഒന്നില്ലെങ്കിൽ മനീഷ് കശ്യപിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ പ്രസ്താവനയെ ആയുധമാക്കി BJPയെ നിരംപരിശാക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ഗുണം ചെയ്യാതിരിക്കില്ല. ശനിയാഴ്ച രാത്രി ഫേസ്ബുക്ക് ലൈവ് സെക്ഷനിലായിരുന്നു മനീഷ് കശ്യപ് BJPയിൽ നിന്നും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചത്. തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടെ 2024 ഏപ്രിൽ 25-നാണ് കശ്യപ് ഔദ്യോഗികമായിട്ട് BJPയിൽ ചേർന്നത്. എന്നിരുന്നാലും പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അധിക നാളത്തേക്കില്ലായിരുന്നു. ബീഹാറിനും ബീഹാറികൾക്കും വേണ്ടി പോരാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടിയിൽ തുടരുന്നതിലൂടെ ജനങ്ങളുടെ ശബ്ദങ്ങൾ ഫലപ്രദമായി ഉയർത്താൻ കഴിയില്ല എന്നും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്ന് അയാൾ പറഞ്ഞു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എവിടെ മത്സരിക്കണമെന്ന നിർദ്ദേശങ്ങൾക്കായി കശ്യപ് തന്റെ അനുയായികളോട് ലൈവ് സെക്ഷനിൽ അഭ്യർത്ഥന. പട്നയിലെ PMCH ആശുപത്രിയിൽ ഡോക്ടർമാർ കശ്യപിനെ ആക്രമിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം വന്നത്. സംഭവത്തിന് ശേഷം BJP തന്നെ പിന്തുണയ്ക്കാത്തതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അദ്ദേഹം ഈ പരാതി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പുകളെല്ലാം അടുത്തുവരുന്ന ഈ സാഹചര്യത്തിൽ ബീഹാറിലെ രാഷ്ട്രീയ കഥകളിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ് കശ്യപ്. BJPയിൽ നിന്നും പെട്ടെന്ന് പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം പ്രത്യേകിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമോ അതോ മറ്റൊരു പാർട്ടിയിൽ ചേരുമോ എന്നത് ഇനി കണ്ടറിയണം.